ശബരിമല യുവതീ പ്രവേശനത്തിലൂടെ എതിരായ വിശ്വാസികളെ ഒപ്പം നിർത്താമെന്നാണ് അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. 3000-ലേറെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് 3 സെഷനുകളായി നടത്തിയ സംഗമം വിജയമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ വാർത്താസംഘം തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രേക്ഷകർക്ക്. ഇതുവരെ നമുക്കൊപ്പം TV പ്രസാദും റഹീസ് റഷീദും പ്രവീൺ പുരുഷോത്തമനും R റോഷിപാലും K അഖിലും ഗോകുൽനാഥും ചേരുകയാണ്. ആദ്യം TV പ്രസാദിലേക്ക്. ഗുഡ് ഈവനിംഗ് TV പ്രസാദ്. ഭഗവത്ഗീതയിലെ ശ്ലോകം ഉച്ചരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ അയ്യപ്പ സംഗമവേദിയിൽ കാണാൻ കഴിയുമെന്ന് പ്രസാദ് കരുതിയിരുന്നോ? ഇന്ന് രാവിലെ ആ ശ്ലോകം ചൊല്ലുന്നത് വരെ അയ്യപ്പ സംഗമം ലക്ഷ്യം കണ്ടോ പ്രസാദ്? ഗുഡ് ഈവനിങ് സുജ. എനിക്ക് പിറകിൽ ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൻ്റെ സമാപന ചടങ്ങ് പുരോഗമിക്കുകയാണ്. മന്ത്രി വാസവൻ സംസാരിക്കുന്നു, കടന്നപ്പള്ളി രാമചന്ദ്രനുണ്ട്, ജിനീഷ്, പ്രമോദ് തുടങ്ങിയ MLA-മാരുണ്ട്, TK നായരുണ്ട്. സർക്കാർ ഉദ്ദേശിച്ചത് നടന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ സാഹചര്യം നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ഉദ്ദേശിച്ചത് ഈ സർക്കാരും CPIM-ഉം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിശ്വാസത്തിനെതിരല്ല, ശബരിമലയിലെ ആചാര അനുഷ്ഠാനത്തിന് എതിരല്ല, പൂർണ്ണമായും വിശ്വാസികൾക്കൊപ്പമാണ്. ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിനാലാണ് ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. അങ്ങനെ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാവുന്നതുപോലെ സുപ്രീം കോടതി വിധി, അതിന് പിന്നാലെ 2 യുവതികളെ ശബരിമലയിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ട വലിയ വിവാദ കോലാഹലങ്ങൾ, സംഘപരിവാരങ്ങളുടെയും UDF-ൻ്റെയും അതിശക്തമായ സമരങ്ങൾ, അത് സംസ്ഥാനത്തെ LDF സർക്കാരിനും CPIM-നും കനത്ത തിരിച്ചടിയാണ് വിശ്വാസികൾക്കിടയിൽ നിന്നുണ്ടാക്കിയത്. അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്ന ആലോചനയിൽ നിന്നാണ് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന യുവതീ പ്രവേശനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഡാമേജ് 2ാം പിണറായി സർക്കാരിൻ്റെ അവസാന മാസങ്ങളിൽ തീർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് CPIM-ഉം സർക്കാരും ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി എത്തിച്ചത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് CPIM-ഉം സർക്കാരും ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി എത്തിക്കുകയും ചെയ്ത് പൂർണ്ണമായും ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതായിരിക്കണം ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു വാശി അത് CPM-നും സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ നിലകൊളുത്തുന്ന സമയം മുതൽ, നിലവിളക്ക് കൊളുത്തുന്ന സമയം മുതൽ ഈ സമയം വരെയും അയ്യപ്പ സംഗമത്തിൻ്റെ വേദി സ്വാമി ശരണ വിളികളാൽ മുഖരിതമാകുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു ഭക്തി നിറഞ്ഞ രീതിയിലേക്ക് സംസാരിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയെ ഭക്തനായി പറയുന്നത്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിലേക്ക് സർക്കാർ പോയി എന്നുള്ളതാണ്. മാത്രമല്ല സുജിയ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത പോലെ SNDP-ക്കൊപ്പം ഇതുവരെയും സർക്കാരിൻ്റെ കൂടെ നിൽക്കാത്ത NSS പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ നേട്ടം. അതോടൊപ്പം തന്നെ BJP-യും UDF-ഉം ഉദ്ദേശിച്ചത് ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായ വലിയ ആ ഡാമേജ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. അത് ഏതാണ്ട് ലക്ഷ്യം കണ്ടു എന്ന് തന്നെ പറയേണ്ടിയും വരും സുജയ. റഹീസ് റഷീദ് കൂടിയുണ്ട് നമുക്കൊപ്പം. TV പ്രസാദ് പറഞ്ഞതിന്റെ ഒരു തുടർച്ചയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, തത്വമസിയാണല്ലോ റഹീസ് റഷീദ് ശബരിമലയിലെ സങ്കല്പം. ഞാനും നീയും ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അന്യരില്ല. അങ്ങനെ ഒരു അന്യവൽക്കരണത്തിലേക്ക് പോകേണ്ടതില്ല, വിശ്വാസി അവിശ്വാസി എന്നൊന്നുമില്ല, എല്ലാവരും ചേരുന്ന മതാതീതമായ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന നിലപാട് ഊട്ടിയുറപ്പിക്കുന്ന ആ ഒരു രാഷ്ട്രീയ സന്ദേശം അത് ഇന്നത്തെ പരിപാടിയിൽ കൃത്യമായി കൊണ്ടുപോകാൻ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ടീം പിണറായി വിജയനും കഴിഞ്ഞിട്ടില്ലേ? സുജ, പൂർണ്ണമായും അത് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. 2018-ലെ യുവതീ പ്രവേശന സമയത്ത് CPIM-ഉം അന്നത്തെ പിണറായി വിജയൻ്റെ 1ാമത്തെ സർക്കാരും എടുത്ത നിലപാടുകൾ കണ്ട ഒരാളെന്ന നിലയിൽ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി കാണുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് ഇത്തരത്തിലൊരു പരിപാടി നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. ഭജനയോടെ തുടങ്ങുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ സ്വാമി ശരണം വിളിച്ചുള്ള പ്രസംഗം, അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന സമാപന സമ്മേളനത്തിന് ശേഷം വിജയ് യേശുദാസ് ആലപിക്കുന്ന അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ ഒരു ഗാനമേള കൂടി നടക്കാനുണ്ട്. ആ തരത്തിൽ പ്രൗഢഗംഭീരമായ സദസ്സിൽ അടിമുടി സ്വാമി ശരണം മാത്രം
മുഴക്കിയുള്ള ഒരു പരിപാടി നമ്മൾ ചിന്തിക്കാൻ ഒരുപക്ഷെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചു എന്നത് റിയാലിറ്റിയാണ്. അതായത് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ശബരിമല യുവതീ പ്രവേശനത്തിൽ തെറ്റുപറ്റിയെന്ന് വീടുകളിൽ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഇതൊരു പൊതു സന്ദേശമായി ലോകം മുഴുവൻ കാണുന്ന രീതിയിൽ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന ഒരു വേദിയിൽ ശബരിമല ധർമ്മശാസ്താവിന്റെ ഈ പ്രതിമ ഏറ്റുവാങ്ങുന്ന, അതായത് ആ ഒരു അവസാനം കൊടുക്കുന്ന ഉപഹാരം അതാണ്. മുഖ്യമന്ത്രി നിന്ന് സംസാരിക്കുന്ന പോഡിയത്തിന്റെ മുന്നിൽ അത് വെച്ചുകൊണ്ടുള്ള ആ ഒരു ഫ്രെയിം, അതൊക്കെ കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് അവിടെയാണ് UDF ഒക്കെ ആശങ്കപ്പെടുന്ന തരത്തിൽ വോട്ട് മറിയാൻ പോകുന്നത് എന്നത് കൃത്യമായി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളടക്കമല്ലേ നമ്മൾ ഇന്ന് കണ്ടത് അവിടെ. ഉറപ്പായും സുജയ, ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് മൈക്കിന് മുമ്പിലൂടെ വന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നടക്കുന്ന മുഴുവൻ ആക്ടിവിറ്റീസിലും അങ്ങനെ തന്നെയാണുള്ളത്. പിണറായി വിജയൻ ഇത് ഈ കാണുന്ന അയ്യപ്പൻ്റെ ലോഗോ ഉള്ള ഇതിൻ്റെ വേറൊരു ബാഡ്ജാണ് അദ്ദേഹം ധരിച്ചത്. ഇത് മീഡിയയ്ക്ക് തന്ന ബാഡ്ജാണ്. ആ തരത്തിൽ അയ്യപ്പൻ്റെ ലോഗോയുള്ള ബാഡ്ജ് ഏറ്റവും അവസാനം സുജയ പറഞ്ഞതുപോലെ സമ്മാനമായി കിട്ടിയ, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പാരിതോഷികമായി കൊടുത്തത് ഒരു വിഗ്രഹമാണ്. ഒരു വിഗ്രഹത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ഇതാണ്. അതും അയ്യപ്പൻ്റെതാണ്. അത് ഏറ്റുവാങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ്, അയ്യപ്പ ഭക്തൻ അല്ലെങ്കിൽ അത് ഏറ്റുവാങ്ങില്ലല്ലോ. പിണറായിയുടെ സ്വഭാവം നമുക്കറിയാം. അതാണ് വിഗ്രഹങ്ങൾക്കും വിഗ്രഹ ആരാധനയ്ക്കും ഒക്കെ, അതായത് മുഖ്യമന്ത്രിയുടെ പഴയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവിടെയാണ് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷവും BJP യും ഒക്കെ നിൽക്കുന്നത്. ആ നിലവിളക്കിരിക്കുന്നിടത്താണോ കൃഷ്ണ ഇരിക്കുന്നത് ചോദിച്ചതിൽ നിന്ന് ഒരു വിശ്വാസിയായി മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്ന് വെള്ളാപ്പള്ളി വന്ന് പറയുക കൂടി ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ പ്രതികരണത്തിലേക്ക് കൂടി ഞാനിന്ന് പോവുകയാണ്. താങ്ക് യു റഹീസ് റഷീദ് ആൻഡ് TV പ്രസാദ്.